സഹോദരികളെ, സഹോദരന്മാരെ, സഖാക്കളെ, എനിക്കും ലോറൻസിനും ഒരു പുരസ്കാരം നൽകുന്നത് വഴി ആദരിക്കാൻ ഇവിടുത്തെ പാർട്ടിയും ട്രേഡ് യൂണിയൻ മൂവ്മെന്റും മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരും തീരുമാനിച്ചതിൽ ആദ്യമായി ഞാൻ അവരോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൽ കുറേ കാര്യങ്ങൾ ഇതിനു മുൻപ് സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ മനുഷ്യൻ ആദ്യമായി ഒരു പ്രകൃതിയിൽ പ്രത്യക്ഷപ്പെടുന്ന കാലം, ആ കാലത്തിൽ നിന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു വലിയ മാറ്റങ്ങളാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിട്ടുള്ളത്, സമൂഹത്തിലാകെ. ആ തരത്തിൽ വലിയൊരു പ്രക്രിയയുടെ മുമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഈ പ്രക്രിയയിൽ ആദ്യകാലത്ത് തികച്ചും ഒറ്റപ്പെട്ട പ്രവർത്തന ശൈലി, അതിൻ്റെ ഫലമായി ആദ്യകാലത്ത് മനുഷ്യൻ അവര് ജീവിക്കാൻ വേണ്ടി പ്രകൃതിയുമായി 24 മണിക്കൂറും മല്ലിട്ടാലും പിന്നെയും പട്ടിണിയായിരുന്നു. ഇപ്പൊ മാറി ഇപ്പോൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ മുതലാളിത്തം വന്നതിനെ തുടർന്നൊരു മാറ്റം വന്നു. ആ മാറ്റം എന്താ? പട്ടിണി മാറിയെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു അബണ്ടൻസ്, സമൃദ്ധി, അത് ഇന്ന് കൈവന്നിരിക്കുകയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ലോകവും മനുഷ്യ സമൂഹവും മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗുണഫലം ഇന്ന് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം സാധാരണക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് സാഹചര്യം. ഉൽപ്പന്നങ്ങൾ എടുക്കൂ. ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ വില കൊടുക്കണം. ആ വില കൊടുക്കാനുള്ള സമ്പത്ത് കൈവശമില്ലാത്തവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഒരുപാട് കൂടിയിട്ട് എന്താ കാര്യം? പ്രയോജനം കിട്ടുന്നില്ല. അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ആകെ ശ്രദ്ധ വേണം. വിശേഷിച്ചും ചെറുപ്പക്കാരികളുടെയും ശ്രദ്ധ അതിൽ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഭാവി സുരക്ഷിതമാക്കാൻ ഒക്കൂ. അങ്ങനെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്ന പ്രക്രിയയിലേക്ക് CITയും അതുപോലെ മറ്റ് സംഘടനകളും ഒക്കെ അവരുടേതായിട്ടുള്ള പങ്ക് നൽകണം. ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം. ഞാൻ ഈയിടെ സാർവദേശീയമായി ഇന്റർനാഷണൽ ആയിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു വീക്കിലിയാണ് എക്കണോമിസ്റ്റ്. അതിൻ്റെ ഒരു ലക്കത്തിൽ അതിൻ്റെ ഒരു മുഖപ്രസംഗത്തിന്റെ തലവാചകം വന്നത് സഹാക്കളെ പിന്നോട്ട് എന്നാണ്.
കമ്മ്യൂണിസ്റ്റുകാർക്കും അതുപോലെ മറ്റെല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് സാഹിത്യം ആയിട്ട് പരിചയമുള്ളവർക്കെല്ലാം അറിയാം, ലെനിൻ ഉയർത്തിയ, അതിനു മുമ്പ് മാർക്സും ഏംഗൽസും ഉയർത്തിയ മുദ്രാവാക്യമാണ് മുന്നോട്ട് പോകണം. ഒരടി മുന്നോട്ട് പോയാൽ രണ്ടടി ചിലപ്പോൾ പിന്നോട്ട് വരേണ്ടി വരും. അങ്ങനെ പിന്നോട്ട് വന്നാൽ വീണ്ടും മുന്നേറാനുള്ള ഊർജത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് വച്ചിരുന്നു. ഈ കാഴ്ചപ്പാട് മുതലെഴുത്തത്തിന് മുമ്പുള്ള കാലത്ത് കഴിയുമായിരുന്നില്ല. കാരണം എന്താ? അന്ന് മനുഷ്യന് ഇത്ര വലിയ അറിവും ശാസ്ത്ര സിദ്ധാന്തങ്ങളും അതൊന്നും പരിചയമില്ല. അത് ക്രമേണ അത് വളർന്ന് വികസിച്ച് വരുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ സാഹചര്യം ഉണ്ട്. ആ സാഹചര്യത്തിൽ മുതലാളിത്തം വന്നതിനെ തുടർന്ന് ആദ്യമായി ഉയർത്തിയ മുദ്രാവാക്യം പ്രായോഗികമാക്കുന്നതിൽ നമ്മൾ ശക്തമായിട്ട് ഒരു ഇടപെടൽ നടത്തണം എന്നതാണ് ഞാൻ ഊന്നണ കാര്യം. അത് ഊന്നാൻ കാര്യം എന്താ? ഇന്നത്തെ ലോകത്ത് ഞാൻ ഐപാഡ് നോക്കിയപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് റോബോട്ടുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ റോബോട്ടുകൾ നിരവധി പ്രശ്നങ്ങളിൽ ഇപ്പൊ അവർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം മനുഷ്യ അധ്വാനം ആവശ്യമില്ല എന്നാണ്. മനുഷ്യ അധ്വാനമേ വേണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അവര് പറയുന്നത് 2050 അങ്ങനത്തെ ഒരു ലോകം വരാൻ പോണു. മനുഷ്യർ അധ്വാനിക്കാതെ തന്നെ റോബോട്ടുകൾ വഴി നിരവധി ഉൽപ്പന്നങ്ങൾ സമൃദ്ധമായി ഉണ്ടാക്കാനും അത് ലോകത്തിൽ ആവശ്യമുള്ള എല്ലാ ദിക്കുകളിലും മുക്കലും മൂലയിലുമൊക്കെ എത്തിക്കാനുമുള്ള സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മനുഷ്യന്റെ അധ്വാനമേ വേണ്ടാന്ന്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്ര അപകടകരമായിട്ടൊരു സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു വലിയ വിപത്തിന്റെ മുമ്പിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് മുറിച്ചു കടക്കാൻ ആവശ്യമായിട്ടുള്ള വിധത്തിലുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെയോ CITUക്കാരെയോ ട്രേഡ് യൂണിയൻകാരെയോ മാത്രമല്ല ഉദ്ദേശിക്കരുത്. സമൂഹത്തിലെ എല്ലാവരും കൂടി ഉത്സാഹിച്ചാലേ അത്തരം ഒരു അപകടത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ ആകെ രക്ഷിക്കാൻ കഴിയും. ആ സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഫലപ്രദമായി ഉത്തരം നൽകത്തക്ക വിധത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും സജീവമായിട്ട് ഈ വക പ്രശ്നങ്ങൾക്ക് സജീവമായി ചർച്ച ചെയ്യുകയും അതിൽ ശരിയായ നിലപാടുകൾ എടുക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം കേട്ടിരുന്നതിൽ നിങ്ങളോട് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു.